ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. ഇന്ന് നമ്മൾ സോഷ്യോളജി ഓഫ് ഇന്ത്യയിലെ ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 12 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റേസ് ആൻഡ് എൻഡനിസിറ്റി, വംശവും വംശീയതയും. റേസ് ആൻഡ് എൻഡനിസിറ്റി, വംശവും വംശീയതയും എന്ന യൂണിറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിഫൈനിങ് റേസ്. വംശത്തെ എങ്ങനെയാണ് നിർവചിക്കുന്നത്? ഡിഫൈനിങ് റേസ്, വംശത്തെ നിർവചിക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമുക്കറിയാം, വംശം എന്ന് പറയുമ്പോൾ നിറത്തിൻ്റെ പേരിലും കാസ്റ്റിൻ്റെ പേരിലും അതേപോലെ തന്നെ ലാംഗ്വേജിൻ്റെ പേരിലൊക്കെ പലതരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഇന്ത്യൻ സൊസൈറ്റിയിൽ നിലനിന്നിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വംശീയതയെക്കുറിച്ചും അതേപോലെ തന്നെ വംശത്തിൻ്റെ തരംതിരിവിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് ഡിഫൈനിങ് റേസ്, അതായത് വംശത്തെ ഡിഫൈൻ ചെയ്യുക, വംശത്തിൻ്റെ നിർവചനം. In a common parlance is understood as the external physical features of various human beings whose categorization depend on such features like the skin color, facial features, height. ഇപ്പം എന്തിൻ്റെയൊക്കെ രീതിയിലാണ്, ഏതൊക്കെ ഫീച്ചേഴ്സിൻ്റെ രീതിയിലാണ് ഈ ഒരു വേർതിരിവ് എന്ന് നമുക്ക് നോക്കാം. അതായത് in a common parlance is understood as the external physical features of various human beings whose categorization depend upon such features like the skin color, facial features, height. അതായത് സാധാരണ ഉപയോഗത്തിലുള്ള, അതായത് സാധാരണയായിട്ട് പറയുകയാണെങ്കിൽ വർഗം എന്നത് മനുഷ്യരുടെ സ്കിൻ, അതായത് തൊലി, അതേപോലെ തന്നെ സ്കിൻ കളറ്, ഫേഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മുഖലക്ഷണങ്ങൾ, ഹൈറ്റ് തുടങ്ങിയ പുറത്ത് കാണുന്ന ഫിസിക്കൽ ക്യാരക്ടേഴ്സ്, അതായത് പുറത്ത് കാണുന്ന ശാരീരിക സവിശേഷതകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു തരംതിരിവാണ്. അപ്പോൾ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ റേസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്കിന്നിനെ അടിസ്ഥാനപ്പെടുത്തിയും ഫേഷ്യൽ ഫീച്ചേഴ്സ് മുഖലക്ഷണത്തെ അടിസ്ഥാനപ്പെടുത്തിയും ഹൈറ്റ് അതേപോലെ തന്നെ ഉയരം തുടങ്ങിയ ഇത്തരത്തിലുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു തരം തിരിവിനെയാണ് എന്ത് പറയുന്നത്, റേസ് എന്ന് പറയുന്നത്, വംശീയത എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു വിഭാഗീയത അഥവാ തരംതിരിവാണ് എന്ത്, റേസ്. എന്തിൻ്റെയൊക്കെ രീതിയിൽ, സ്കിൻ കളർ, തൊലിയുടെ കളറിനെ അടിസ്ഥാനപ്പെടുത്തിയും, ഫേഷ്യൽ ഫീച്ചേഴ്സ് മുഖലക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലും, ഹൈറ്റ് ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിലുമുള്ള ഇത്തരത്തിലുള്ള സവിശേഷതകളുടെ വേർതിരിവിനെയാണ് എന്ത് പറയുന്നത്, റേസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്, race is thus a category of human being due to some of the physical features including skin color and other facial features. അതേപോലെ തന്നെ race is thus a category of human being due to some of the physical features including skin color and other facial features. അതേപോലെ തന്നെ സ്കിന്നിൻ്റെ കളർ, തൊലിയുടെ നിറം പോലുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ ഒരേ വർഗത്തിലേക്ക് കൂട്ടിച്ചേർക്കാം. അപ്പോൾ സ്കിന്നിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നമ്മളുടെ സ്കിന്നിൻ്റെ അടിസ്ഥാനത്തിൽ സ്കിൻ കളർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്കിന്നിൻ്റെ കളറിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ എങ്ങനെ തിരിക്കാൻ, ഒരേ കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം. Race is thus a category of human being due to some of the physical features including skin color and other facial features. സ്കിൻ കളറിൻ്റെയും
ഫേഷ്യൽ ഫീച്ചേഴ്സിൻ്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യനെ എന്താക്കി തരംതിരിക്കാം? ഒരേ വർഗത്തിലെ കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം. വൈറ്റ് സ്കിൻ കളർ ഉള്ളവർ വെളുത്ത വർഗക്കാരെന്നും ബ്ലാക്ക് സ്കിൻ കളർ ഉള്ളവർ കറുത്ത വർഗക്കാരെന്നുമാണ് അറിയപ്പെടുക. അപ്പം അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സ്കിൻ കളറിലും ഫേഷ്യൽ ഫീച്ചേഴ്സിൻ്റെയും അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഹ്യൂമൻ ബീയിങ്സിനെ മനുഷ്യനെ എന്ത് ചെയ്യാം? കാറ്റഗറിയായി തരംതിരിക്കാം. ആൻഡ് ദെൻ പിന്നെന്താണ് ഉദ്ദേശിക്കുന്നത്? If we some people from various countries and countries, we will see that most of the people of Europe are largely having fair skin, whereas people of Africa are often having black skin. അതായത് പിന്നെന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? If we see people from various countries and countries, we will see that most of the people of Europe are largely having fair skin, whereas people of Africa are often having black skin. അതായത് നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിലെ ആളുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരെ ഏത് രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത്? ബ്ലാക്ക് കളർ സ്കിൻ. ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വിവിധ ഭൂഖണ്ഡങ്ങളിലെ വിവിധ ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുമ്പോൾ യൂറോപ്യൻ കൺട്രീസ്. അപ്പോൾ യൂറോപ്യൻ കൺട്രികളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ആഫ്രിക്കയിലെ ജനങ്ങൾ ഏത് നിറത്തിലുള്ളവരായിട്ടാണ് അറിയപ്പെടുന്നത്? ബ്ലാക്ക് സ്കിൻ. അവരെ കറുപ്പ് നിറക്കാർ അഥവാ ബ്ലാക്ക് സ്കിൻ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അപ്പാർട്ട് ഫ്രം ദ സ്കിൻ കളർ സം പീപ്പിൾ ഹാവ് കേർലി ഹെയർ. അതുകൊണ്ട് തന്നെ ചിലരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ്? അപ്പാർട്ട് ഫ്രം ദ സ്കിൻ കളർ, അതായത് ചിലരുടെ നിറവും അതേപോലെ തന്നെ അവരുടെ സം പീപ്പിൾ ഹാവ് കേർലി ഹെയർ. കേർലി ഹെയർ എന്ന് പറഞ്ഞാൽ എന്താ? നേരായിട്ടുള്ള മുടി. സം ഹാവ് സ്ട്രൈറ്റ് ഹെയർ, അതേപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഹെയർ. സം പീപ്പിൾ ആർ ഷോർട്ട് ആൻഡ് സം ആർ റിലേറ്റീവ്ലി ടാളർ. ചിലർ സം പീപ്പിൾ ആർ ഷോർട്ട് ആൻഡ് ചില ആളുകൾ എങ്ങനെയായിരിക്കും? നീളം കൂടിയവരായിരിക്കാം. അതേപോലെ തന്നെ ചില ആളുകൾ എങ്ങനെയായിരിക്കാം? നീളം കുറവുള്ളവരും ആയിരിക്കാം. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു ഡിഫറൻസ് കാണപ്പെടാറുണ്ട്. ഇത്തരത്തിലുള്ള ഈ ഡിഫറൻസിലൂടെ ആളുകളെ വേർതിരിച്ച് കാണുന്നതിനെയാണ് എന്ത് പറയുക? റേസ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലരുടെ സ്കിന്ന് എങ്ങനെയായിരിക്കും? വൈറ്റ് കളറായിരിക്കാം, ബ്ലാക്ക് കളറായിരിക്കാം. അതേപോലെ തന്നെ ചിലരുടെ ഹെയർ കേർലി ഹെയർ ആയിരിക്കാം, ചിലരുടെ സ്ട്രൈറ്റ് ഹെയർ ആയിരിക്കാം. അങ്ങനെ ആളുകളിൽ കാണപ്പെടുന്ന ഇത്തരത്തിലുള്ള ഈ ഒരു വ്യത്യാസം ചില ആളുകൾ എങ്ങനെയായിരിക്കാം? സം പീപ്പിൾ ആർ ഷോർട്ട് ആൻഡ് സം റിലേറ്റീവ്ലി ടാളർ എന്ന് പറയുന്നത്. ചില ആളുകൾ ഷോർട്ടായിരിക്കാം, ചില ആളുകൾ അതേപോലെ തന്നെ വളരെ നീണ്ട ആളുകളായിരിക്കാം, നീളം കൂടിയ ആളുകളായിരിക്കാം. അപ്പം ഇത്തരത്തിലുള്ള ഈ ഒരു ഡിഫറൻസിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സിമിലർലി we can see differences in shape and size of nose, lips, etc. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ സിമിലർലി വി ക്യാൻ സീ ഡിഫറൻസസ് ഇൻ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് നോസ്, ലിപ്സ്. ചില ആളുകളുടെ ഷേപ്പിലും അതേപോലെ ഷേപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിൻ്റെയൊക്കെയാണ്? നോസ് ആൻഡ് ലിപ്സ്, മൂക്കിൻ്റെയും ചുണ്ടിൻ്റെയും. അപ്പോൾ ചില ആളുകളുടെ മൂക്കിൻ്റെയും അതേപോലെ തന്നെ ലിപ്സിൻ്റെയൊക്കെ ഷേപ്പിൽ എന്ത് സംഭവിക്കാം? ഡിഫറൻസ് കാണപ്പെടാം. ഇപ്പം നമുക്കറിയാം ഇന്ത്യയിലുള്ള ആളുകളെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴും അമേരിക്കയിലുള്ള പീപ്പിൾസിനെയും ഇന്ത്യയിലുള്ള പീപ്പിൾസിനെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഡിഫറൻസ് ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക, അല്ലേ? അത് ലിപ്സിലാണെങ്കിലും നോസിലാണെങ്കിലും ഒക്കെ വളരെയധികം കാണപ്പെടാറുണ്ട്, ഡിഫറൻസ് കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ
Depending upon these differences, people are clumped in various group popularly known as. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളുള്ള ആളുകൾ എവിടൊക്കെയാണ്? അതായത് നോസ് ആണെങ്കിലും ലിപ്സ് ആണെങ്കിലും അതിലൊക്കെ ഉള്ള ഡിഫറൻസ് കാണപ്പെടുന്ന ജനങ്ങൾക്ക് ഉദാഹരണമാണ്. ഏതൊക്കെ പ്ലേസുകളാണ്? കൊക്കേഷ്യൻ, അതേപോലെ മംഗ്ലോയിഡ്, നെഗ്രോയിഡ്. ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ള പീപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലിപ്സിലും നോസിലും ഹെയറിലും ഒക്കെ വളരെയധികം ഡിഫറൻസ് കാണപ്പെടാം. അതായത് നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രിയിലെ പീപ്പിൾസിനെക്കാട്ടിലും വളരെയധികം ഡിഫറൻസ് ആയിട്ടായിരിക്കും ചില പ്രദേശങ്ങളിലെ ആളുകളുടെ ലിപ്സും നോസും ഹെയറും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു ഡിഫറൻസിനെ, ഈ ഒരു വ്യത്യസ്തതയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിറത്തിൻ്റെ കളറിൻ്റെ പേരിലുള്ള ഡിഫറൻസ് ഉണ്ടായിരിക്കാം, ബോഡി ഷേപ്പിൻ്റെ പേരിലുള്ള ഡിഫറൻസ് ഉണ്ടായിരിക്കാം, അതേപോലെ തന്നെ പിന്നെന്താണ് ഫേഷ്യൽ ഫീച്ചേഴ്സ്, മുഖലക്ഷണത്തിൻ്റെ പേരിലുള്ള ഡിഫറൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഇത്തരത്തിലൊക്കെ ഉണ്ടാകുന്ന ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ പിന്നെ നമുക്കിവിടെ എന്താണ് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. The idea of race emerged during 18th and 19th century when European countries started colonizing the rest of the world. അതായത് 18-19 നൂറ്റാണ്ടുകളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ലോകത്തിൽ അതായത് 18-19 സെഞ്ചുറികളിലെ യൂറോപ്യൻ കൺട്രികളിലെ വേൾഡിൽ തന്നെ ആരംഭിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്? കോളനിവൽക്കരണം. കോളനൈസിംഗ് എന്ന് പറയുന്നത് കോളനിവൽക്കരണം ആരംഭിച്ചപ്പോൾ ഈ ഒരു കോളനിവൽക്കരണത്തിലൂടെയാണ് ഏത് വളരാൻ കാരണമായത്? വർഗം എന്ന ആശയം ഉയർന്നു വരാൻ കാരണമായത്. ദ ഐഡിയ ഓഫ് റേസ് എമർജ്ഡ്. വർഗം എന്ന ആശയം ആരംഭിച്ചത് എന്ന് മുതലാണ്? 18th and 19th century when European country started colonizing the rest of the world. 18th and 19th സെഞ്ചുറിയിലാണ് വർഗം എന്ന ഈ ഒരു ആശയം ഉയർന്നു വരാൻ തുടങ്ങിയത് യൂറോപ്യൻ കൺട്രികളിൽ. Such categorization helped to establish the white man supremacy over other population as well as domination and conquest. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു വർഗീകരണം, ഇത്തരത്തിലുള്ള സച്ച് കാറ്റഗറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇത്തരത്തിലുള്ള ഈ ഒരു കാറ്റഗറൈസേഷൻ വൈറ്റ് പീപ്പിൾസ്, അതായത് വെളുത്ത വർഗക്കാർ, ഇത്തരത്തിലുള്ള ഈ കാറ്റഗറൈസേഷൻ എന്തിന് കാരണമാക്കി എന്നാണ് പറയുന്നത്? വെളുത്ത വർഗക്കാരുടെ സൂപ്പർമസി, മേൽക്കോയ്മയ്ക്കും അതേപോലെ തന്നെ അവരെ ഉയർത്തിക്കാട്ടുന്നതിനും കാരണമായി തീർന്നു. അപ്പോൾ 18-19 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലാണ് ലോകത്തിന് തന്നെ ഇത്തരത്തിലുള്ള ഒരു വർഗീകരണം നടന്നത്. യൂറോപ്യൻ കൺട്രികളിലാണ്. അത് വെളുത്ത വർഗക്കാരെ ഉയർത്തിക്കാട്ടുന്നതിനും അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിനും അവരെ സൂപ്പർമസി പവർ അവർക്ക് നൽകുന്നതിനും ഈ ഒരു വർഗീകരണം കാരണമായി തീർന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സച്ച് കാറ്റഗറൈസേഷൻ ഹെൽപ്ഡ് ടു എസ്റ്റാബ്ലിഷ് ദ വൈറ്റ് മെൻ സൂപ്പർമസി ഓവർ ദ പോപ്പുലേഷൻ ആസ് വെൽ ആസ് ഡോമിനേഷൻ ആൻഡ് കൺക്വസ്റ്റ്. അതായത് ഇങ്ങനെ വൈറ്റ് പീപ്പിൾസിന് കൂടുതൽ ഇമ്പോർട്ടൻസും അവർക്ക് കൂടുതൽ പവറും നൽകുന്നതിനൊക്കെ ഈ ഒരു വർഗം എന്ന ആശയം കാരണമായി തീർന്നു. ഈ ഒരു ആശയം അവർക്ക് കൂടുതൽ സൂപ്പർമസി നൽകാനും സഹായിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്, ഫ്രെഡറിക് ഫെറർ ഇൻ 1856 lectured on the attitude of races where the divided people into 3 groups based on civilization. 1866 ഫ്രെഡറിക് ഫെറർ
എന്താ മനുഷ്യരെ താഴെ പറയുന്ന 3 രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത്. ഫ്രെഡറിക് ഫെറർ ഇൻ 1856 lectured on the aptitude of races where he divided people into 3 groups based on civilization. 1866 ഫ്രെഡറിക് ഫെറർ മനുഷ്യവർഗത്തെ 3 വിഭാഗങ്ങളായി തരംതിരിച്ചു. ഏതൊക്കെയാണ്? സാവേജ്, സെമി സാവേജ്, സിവിലൈസ്ഡ്. എന്താണ് വാട്ട് ഈസ് മീൻ ബൈ സാവേജ്? സേവേജ് പറഞ്ഞാൽ എന്താണ്? അനാചാരികൾ, ദുരാചാരം ഫോളോ ചെയ്യുന്ന പലതരത്തിലുള്ള എന്താണ് ഈ റിലീജിയസ് പ്രാക്ടീസസിന് തന്നെ പല ദുരാചാരങ്ങളും ഫോളോ ചെയ്യുന്ന ആളുകളെയാണ് അനാചാരികൾ എന്ന് പറയുക, സാവേജ് പീപ്പിൾസ് എന്ന് പറയുക. അതുകൊണ്ട് തന്നെ 1866 ഫ്രെഡറിക് ഫെറർ മനുഷ്യരെ 3 രീതിയിലാണ് തരംതിരിച്ചത്. ഏതൊക്കെയാണ്? സേവേജ് എന്ന് പറഞ്ഞാൽ ആരാണ്? അതായത് അനാചാര പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കുന്ന ആളുകളെയാണ് സേവേജ് എന്ന് പറയുക. അത് എവിടെയാണ്? ഓൾ ആഫ്രിക്കൻ ഇൻഡിജീനിയസ് പീപ്പിൾ ഓഫ് കളർ. ആഫ്രിക്കയിലെ ആദിവാസികളായിട്ടുള്ള ആളുകളാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഈ സേവേജസ് എന്ന് പറയുക. അതായത് വിത്ത് ദ എക്സ്പെക്ടേഷൻ ഓഫ് ദീസ് ചൈനീസ് ഒഴികെ ആഫ്രിക്കയിലെ വനാന്തരങ്ങളിൽ കാണപ്പെടുന്ന വൈറ്റ് പീപ്പിൾസ് അല്ല, ബ്ലാക്ക് കളർ പീപ്പിൾസ് ആയിരിക്കും. അങ്ങനെ ആഫ്രിക്കയിലെ ആദിവാസികളായിട്ടുള്ള ആളുകളാണ് ഏതിൽ ഉൾപ്പെടുന്നത്? സേവേജിൽ ഉൾപ്പെടുന്നത്. അനാചാരികൾ എന്ന് പറയും. സെമി സേവേജ്, അർദ്ധ അനാചാരികൾ. സെമി സേവേജ് Chinese who were one savage type but now well civilized. അർദ്ധ അനാചാരികൾ, സെമി സേവേജ് പറഞ്ഞാൽ ചൈനീസിന് മുമ്പ്, അതായത് ചൈനീസ് who were one savage type but now well civilized. ചൈനീസിന് മുമ്പ് അനാചാര വിഭാഗത്തിൽ പെട്ടിരുന്നെങ്കിലും പിന്നീട് സംസ്കാരം, ആദ്യമൊക്കെ അവർ അനാചാരം പ്രാക്ടീസ് ചെയ്തിരുന്നു, അത്തരത്തിലുള്ള സേവേജ് പ്രാക്ടീസ് ചെയ്തിരുന്നു. പിന്നീട് അവർ എങ്ങനെ ആയിത്തീർന്നു? സംസ്കാരമുള്ളവരായിത്തീർന്നു, സിവിലൈസ്ഡ് ആയിത്തീർന്നു. അവരേനെയാണ് എന്ത് പറയുക? സെമി സാവേജ്. സാവേജ് പറഞ്ഞാൽ മൊത്തത്തിൽ അനാചാരം ഫോളോ ചെയ്യുന്ന ആളുകളേനെയാണ് ആഫ്രിക്കയിലെ സേവേജ് ഫോളോ ചെയ്യുന്ന ആളുകളേനെയാണ് സേവേജ് എന്ന് പറയുക. സെമി സേവേജ് പറഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇത്തരത്തിലുള്ള സേവേജ് ഫോളോ ചെയ്തിട്ട് അതിന് ശേഷം അവരെ ബട്ട് നൗ വെൽ സിവിലൈസ്ഡ്, പിന്നീട് അവരെന്തായി തീർന്നു? അവർ സംസ്കാരമുള്ളവരായി. അങ്ങനെ കുറച്ച് കാലഘട്ടം സേവേജ് ആയിട്ടും പിന്നീട് കുറച്ച് കാലഘട്ടം സിവിലൈസ്ഡ് ആയിട്ടും നിലനിൽക്കുന്ന ആളുകളെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? സെമി സേവേജ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് സിവിലൈസ്ഡ്. എന്താണ് സിവിലൈസ്ഡ്? സംസ്കാരമുള്ളവർ. ആരൊക്കെയാണ് സിവിലൈസ്ഡ് പീപ്പിൾസ്? യൂറോപ്യൻ, ആര്യൻ ആൻഡ് അതേപോലെ തന്നെ സെമിറ്റിക് പീപ്പിൾ. യൂറോപ്യൻസും ആര്യൻസും സെമിറ്റിക് പീപ്പിൾസുമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? സിവിലൈസ്ഡ് പീപ്പിൾ. അപ്പോൾ കുട്ടികളെ എന്താണ് റേസ് എന്ന് നമുക്ക് മനസ്സിലായി. അതായത് വർഗത്തെ തരംതിരിക്കുന്നത് ഏത് രീതിയിലാണ്? സ്കിന്നിൻ്റെയും അതേപോലെ തന്നെ ഫേഷ്യൽ ഫീച്ചേഴ്സിൻ്റെയും ഹൈറ്റിൻ്റെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തരംതിരിക്കുകയാണ്. അതിൽ ഒരേ കളറിലുള്ള ആളുകളെ ഒരു കാറ്റഗറി ആക്കി തിരിക്കും. അത്തരത്തിലുള്ള തരംതിരിവ് എവിടെ കാണപ്പെട്ടിരുന്നത്? യൂറോപ്യൻ ലോകത്തിൽ തന്നെ യൂറോപ്യൻ കൺട്രികളിൽ ആഫ്രിക്കയിലാണ് അത് കാണപ്പെട്ടിരുന്നത്. പിന്നീടുള്ള തരംതിരിവ് എന്തിനൊക്കെയായിരുന്നു? കേർലി ഹെയർ, സ്ട്രൈറ്റ് ഹെയർ, ഷോർട്ട് ആൻഡ് ടാളർ പീപ്പിൾസ്, ഉയരമുള്ള ആളുകൾ, നീളമുള്ള ആളുകൾ, അത്തരത്തിലൊക്കെ ഉള്ള തരംതിരിവ്. ഇവര് അതേപോലെ ഈ ഒരു ഷേപ്പിന്റെ ഡിഫറൻസ് കാണപ്പെട്ടിരുന്ന കൺട്രികൾ ഏതൊക്കെയാണ്? കൊക്കേഷ്യൻ, മംഗ്ലോയിഡ്, നെഗ്രോയിഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫിൽ എന്താ പിന്നെ പറഞ്ഞു തന്നത്? ഈ ഒരു തരംതിരിവ്, ഈ വർഗീകരണം ഉണ്ടായത് ഏത് നൂറ്റാണ്ട് മുതലാണ്? 18th and 19th സെഞ്ചുറി മുതലാണ് ഈ ഒരു റേഷ്യൽ അഥവാ ഈ വർഗം എന്ന ആശയം ഉടലെടുത്തത് എന്നാണ് പറയുന്നത്.
മാത്രമല്ല ഈ ഒരു റേഷ്യൽ ഉടലെടുത്തപ്പോൾ അത് ആരുടെ വളർച്ചയ്ക്കാണ് കാരണമായി തീർന്നത്? വൈറ്റ് കളർ പ്യൂപ്പിൾസിന് കൂടുതൽ സൂപ്പർമസി ലഭിക്കാൻ കാരണമായി തീർന്നു. അതും അവരെ മറ്റുള്ളവരെ പിടിച്ച് അടക്കാനും അവരെ ഡിപ്രഷൻ അതായത് പുവർ പീപ്പിൾസിൽ കൂടുതൽ ഡിപ്രഷൻ ചെലുത്താനൊക്കെ അത് കാരണമായി തീർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ 1856 1866 ഫ്രെഡറിക് വാൾസൺ 3 രീതിയിലാണ് തരംതിരിച്ചത്. ഈ ഒരു ഈ റേസിനെ വർഗത്തെ 3 രീതിയിൽ തരംതിരിച്ചു. സേവേജ് എന്നും, സെമി സേവേജ് എന്നും, സിവിലൈസ്ഡ് എന്നും. സേവേജ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, ആഫ്രിക്കൻ മേഖലയിലെ ട്രൈബൽസിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് സേവേജ്. തീരെ യാതൊരു വിധത്തിലുള്ള സംസ്കാരവും ഒന്നും ലഭ്യമല്ലാത്ത വെറും എന്താ പറയുക, ഒരു വെളിച്ചം പോലും വീശാത്ത ആളുകളെയാണ്, സംസ്കാരശൂന്യരായിട്ടുള്ള ആളുകളാണ് സേവേജിൽ വരിക. സെമി സേവേജ് ആയിരിക്കുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ അവർക്ക് സംസ്കാരം ഉണ്ടായിരുന്നില്ല, പിന്നീട് അവർ സിവിലൈസ്ഡ് ആയി മാറ്റപ്പെടുക ചെയ്യുക. അതിനെയാണ് സെമി സേവേജ് എന്ന് പറയുക. സിവിലൈസ്ഡ് എന്ന് പറഞ്ഞാൽ സംസ്കാരമുള്ളവർ എന്ന് പറയുമ്പോൾ ആരൊക്കെയായിരിക്കും? യൂറോപ്യൻസും ആര്യന്മാരും സെമിറ്റിക് പീപ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുക? സിവിലൈസ്ഡ് പീപ്പിൾസ് എന്ന് പറയുക. ഇത്രയും കാര്യങ്ങളാണ് അതിൽ നമ്മൾ വ്യക്തമാക്കിയത്. അതേപോലെ തന്നെ ജർമ്മൻ ശാസ്ത്രജ്ഞനായ ക്ലറസ് ലീനസ് ജർമ്മൻ ടാക്സോമിസ്റ്റ് ആയിട്ടുള്ള ക്ലറസ് ലീനസ് ഈ സ്കിന്നിൻ്റെ അടിസ്ഥാനത്തിൽ 4 റേസുകളാക്കി തരംതിരിച്ചു. 4 കാറ്റഗറി ആക്കിയിട്ട് തരംതിരിച്ചു. ഏതിനെ ബേസ് ചെയ്തിട്ട്? സ്കിന്നിനെ ബേസ് ചെയ്തിട്ട്. അതായത് ജർമ്മൻ സയൻറ്റിസ്റ്റ് അഥവാ ജർമ്മൻ ടാക്സോമിസ്റ്റ് ആയിട്ടുള്ള ക്ലറസ് ലീനസ് സ്കിന്നിനെ ബേസ് ചെയ്തുകൊണ്ട് 4 കാറ്റഗറികൾ തിരിച്ചു. ഏതൊക്കെ? അമേരിക്കക്കാരെ എങ്ങനെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്? റെഡ് എന്നും, യൂറോപ്യനെ വൈറ്റ് എന്നും, ഏഷ്യനെ യെല്ലോ എന്നും, ആഫ്രിക്കനെ ബ്ലാക്ക് പീപ്പിൾസ് എന്നും. അപ്പം ഇത്തരത്തിലുള്ള ഈ ഒരു സ്കിന്നിനെ ബേസ് ചെയ്തിട്ടും ഫിസിക്കലായിട്ട് അതിനെ ബേസ് ചെയ്തിട്ടും അങ്ങനെ പല ഷേപ്പിനെ ബേസ് ചെയ്തിട്ടൊക്കെ ഉള്ള തരം തിരിവിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റേസ് എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. നമുക്ക് അടുത്ത ടോപ്പിക് എന്താ എന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് റേസ് ആസ് എ സോഷ്യൽ കൺസ്ട്രക്ഷൻ. അതായത് വർഗത്തെ സാമൂഹികമായിട്ട് നിർമ്മിക്കുക, രൂപം കൊടുക്കുക. വർഗത്തിൻ്റെ സാമൂഹിക രൂപീകരണം എന്ന് പറയും. അപ്പോൾ എന്താണ് വർഗത്തിനെ സാമൂഹികമായിട്ട്, വർഗം അഥവാ വംശത്തെ സാമൂഹികമായിട്ട് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ റേസ് ആസ് എ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. Though it is widely believed by many that race is biological category, but sociologists, social scientists and even biological argue that race is not a biological or inherited category. Rather, it is a social construct. As we have mentioned above, initially, it was presumed that race is biological, is historical and scientific, but nowadays it is considered as a myth. അപ്പോൾ എന്താണ് റേസ് ആസ് എ സോഷ്യൽ കൺസ്ട്രക്ഷൻ എന്ന് പറയാനുള്ള കാരണം? അതായത് though it is widely believed by many that race is biological category, but sociologists, social scientists and even biological argue that race is not a biological or inherited category. അതായത് വളരെയധികം ആളുകൾ ഈ റേസ് എന്നതുകൊണ്ട്, വംശം എന്നതുകൊണ്ട് അതൊരു ജൈവ വർഗമാണെന്ന് ചിന്തിച്ചിരുന്നു. അപ്പോൾ റേസ് എന്നതുകൊണ്ട് അതിനെ എന്തായിട്ടാണ് ചിന്തിച്ചത്? ബയോളജിക്കൽ കാറ്റഗറി ആയിട്ടാണ് എന്തിനെ കണക്കാക്കിയിരുന്നത്? കുറച്ച് ആളുകൾ വംശത്തെ കണക്കാക്കിയിരുന്നത്.
though it is widely believed by many that race is biological category. കുറച്ച് ആളുകൾ വംശത്തെ ഒരു ബയോളജിക്കൽ കാറ്റഗറി ആയിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ സാമൂഹ്യ ശാസ്ത്രജ്ഞർ, അതേപോലത്തെ സോഷ്യൽ സയൻറ്റിസ്റ്റ്, അതേപോലെ തന്നെ സോഷ്യോളജിസ്റ്റ് തുടങ്ങി, അതേപോലെ സാമൂഹ്യ ശാസ്ത്രജ്ഞരും സാമൂഹ്യശാസ്ത്ര ഗവേഷകർ, അതേപോലെ തന്നെ പിന്നെ ബയോളജിക്കൽ ജീവശാസ്ത്രജ്ഞർ പോലുള്ളവർ ഇതിനെ എന്തല്ല എന്നാ പറയുന്നത്, ഇതൊരു ഇൻഹെറിറ്റഡ് കാറ്റഗറി അല്ല, നോട്ട് എ ബയോളജിക്കൽ ഓർ ഇൻഹെറിറ്റഡ് കാറ്റഗറി. ഇതൊരിക്കലും ഒരു ജൈവശാസ്ത്രവുമല്ല, അല്ലെങ്കിൽ പാരമ്പര്യവുമല്ല. പിന്നെ അതെന്താണ്, ഇറ്റ് ഈസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ്, ഇതൊരു സാമൂഹിക നിർമ്മിതിയാണ്. അപ്പോൾ ഒരുപാട് ആളുകളിൽ ദോ ഇറ്റ് ഈസ് വൈഡ്ലി ബിലീവ്ഡ് ബൈ മെനി ദാറ്റ് റേസ് ഈസ് ബയോളജിക്കൽ കാറ്റഗറി, ഒരുപാട് ആളുകൾ ഈ റേസിനെ വംശത്തെ എന്തായിട്ടാണ് കണ്ടിരുന്നത്, ഒരു ബയോളജിക്കൽ കാറ്റഗറി ആയിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ സോഷ്യോളജിസ്റ്റുകളും സോഷ്യൽ സയൻറ്റിസ്റ്റുകളും ബയോളജിസ്റ്റുകളും എന്താണ് ആർഗ്യൂ ചെയ്യുന്നത്, റേസ് എന്ന് പറയുന്നത് നോട്ട് എ ബയോളജിക്കൽ, ഇത് ഒരിക്കലും ഒരു ബയോളജിക്കൽ അല്ല, ഇൻഹെറിറ്റഡുമല്ല, നോട്ട് എ ബയോളജിക്കൽ ഓർ ഇൻഹെറിറ്റഡ്, ഇത് ഒരിക്കലും ഒരു ബയോളജിക്കലും അല്ല, ഇൻഹെറിറ്റഡും അല്ല, ഒരു പാരമ്പര്യവുമല്ല, റാദർ ഇറ്റ് ഈസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ്, ഇതൊരു സാമൂഹികമായിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റാണ്, നിർമ്മിതിയാണ്. ഇതൊരിക്കലും ബയോളജിക്കലും അല്ല, ഇൻഹെറിറ്റഡും അല്ല. ഇതെന്താണ്, റേസ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്, ഒരു സാമൂഹികമായിട്ടുള്ള നിർമ്മിതിയാണ്. ഒരുപാട് ആളുകൾ റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് അതിനെ പരിഗണിച്ചത്, ബയോളജിക്കൽ കാറ്റഗറി ആയിട്ട് പരിഗണിച്ചെങ്കിലും സോഷ്യോളജിസ്റ്റുകളും സോഷ്യൽ സയൻറ്റിസ്റ്റുകളും ബയോളജിസ്റ്റുകളും അതിനെ എന്ത് ചെയ്തു, ആ ചിന്തയെ എതിർത്തു. ഇതൊരിക്കലും ബയോളജിക്കൽ അല്ല, അതേപോലെ തന്നെ ഇൻഹെറിറ്റഡും അല്ല. പിന്നെ എന്താണിത്, ഇത് ഏത് കാറ്റഗറിയാണ്, ഇറ്റ് ഈസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ്, ഇതൊരു സാമൂഹികമായ നിർമ്മിതിയാണ്. ഓക്കെ, as we have mentioned above initially, it was presumed that race is biological, historical and scientific, but nowadays it is considered as a myth. അതേപോലെ തന്നെ എന്താ പറയുന്നത്, ആദ്യ കാലഘട്ടത്തിൽ വംശം എന്ന് പറയുന്നത് ജൈവികവും അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കലായിട്ടും സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഐഡിയോളജിയാണ് എന്ന് ചിന്തിച്ചിരുന്നതെങ്കിൽ ഇത് എന്താണ്, ഇതൊരു മിത്താണെന്ന് ആണ് ഇതിൻ്റെ പൊതുവായ ധാരണ എന്ന് പറയുന്നത്. ഇതെന്താണ്, ഇതൊരു മിത്താണ്, ഒരു മിത്താണ്. മിത്ത് പറഞ്ഞാൽ എന്താണ്, അതായത് നമ്മളുടെ ഊഹാപോഹങ്ങൾ, വിശ്വാസങ്ങൾ, അതാണ്. അപ്പോൾ ഇതൊരു മിത്തായിട്ടാണ് ഇതിനെ കണ്ടിരുന്നത്. എങ്ങനെ, ആദ്യകാലങ്ങളിൽ as we mentioned above initially, it was presumed that race is biological, historical, scientific, but nowadays it is considered as myth. ആദ്യകാലങ്ങളിൽ ഇതിനെ പരിഗണിച്ചത് എങ്ങനെ, കൺസിഡർ ചെയ്തത് എങ്ങനെയാണ്, ബയോളജിക്കലായിട്ടും സയൻറ്റിഫിക്കായിട്ടും പിന്നെ ഹിസ്റ്റോറിക്കലായിട്ടൊക്കെ കണ്ടിരുന്നതെങ്കിൽ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ ഇതിനെ പരിഗണിക്കുന്നത് എങ്ങനെയാണ്, മിത്തായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. പൊതുവായിട്ടുള്ള ധാരണ ഇപ്പോൾ ഇതിനെങ്ങനെയാണ്, ഇതൊരു മിത്താണ്. റേസ് എന്ന് പറയുന്നത്, വംശം എന്ന് പറയുന്നത് ഒരു മിത്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. And then the biological studies over race and its genetics indicate that with a so-called given race much more variations are found than between the races. അതേപോലെ തന്നെ റേസിനെ കുറിച്ചുള്ള ബയോളജിക്കൽ സ്റ്റഡി സൂചിപ്പിക്കുന്നത്, ദ ബയോളജിക്കൽ സ്റ്റഡി ഓവർ റേസ് ആൻഡ് ഇഫ് ജനറ്റിക്സ് ഇൻഡിക്കേറ്റ് എന്നാണ് പറയണത്. അതായത് വംശത്തെക്കുറിച്ചുള്ള ബയോളജിക്കൽ സ്റ്റഡി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത് ഒരേ വംശത്തിൽ തന്നെ വ്യക്തികൾ തമ്മിൽ എന്തുണ്ടായിരിക്കാം, വ്യത്യസ്തത ഉണ്ടായിരിക്കാം. സെയിം റേസിൽ തന്നെ പേഴ്സൺ തമ്മിൽ എന്തുണ്ടായിരിക്കാം എന്നാ പറയുന്നത്, ഡിഫറൻ്റ് ആയിരിക്കാം.
the biological study over race and its genetic indicate that within a so-called given race, much more variation are found than between the races. അതായത് എന്താണ് റേസിനെ കുറിച്ചുള്ള ജനറ്റിക് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്, വംശത്തെക്കുറിച്ചുള്ള ജനറ്റിക് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരേ വംശത്തിൽ നിന്നുള്ള വ്യക്തികൾ തമ്മിൽ തന്നെ എന്തുണ്ടായിരിക്കാം, വേരിയേഷൻ, വ്യത്യസ്തത ഉണ്ടായിരിക്കാം. സെയിം വംശത്തിലുള്ള ആളുകൾ തന്നെ എന്തുണ്ടായിരിക്കാം, വേരിയേഷൻ ഉണ്ടായിരിക്കാം. നമുക്കറിയാം, ഇപ്പോൾ അച്ഛനും അമ്മേൻ്റെയും അതേപോലെ മക്കളായിക്കൊള്ളണമെന്നൊന്നുമില്ല. ചില അച്ഛന്മാർ അതേപോലെ അമ്മമാർ നല്ല ആളുകളായിരിക്കാം, പക്ഷെ അവരെ മക്കൾ ചിലപ്പോൾ മോശം സ്വഭാവം, അവരുടെ സ്വഭാവത്തിൽ അവരുടെ രൂപത്തിലൊക്കെ ഡിഫറൻറ്റ് കാണിക്കാം. ചിലപ്പോൾ സെയിം ആവും. ജനറ്റിക് എന്ന് പറയുന്നത് അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജനറ്റിക് എന്ന് പറയുന്നത് ഇപ്പം അച്ഛൻ്റെ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള വേറെ ആരുടെയെങ്കിലും ജനറ്റിക് ആവും ചിലപ്പോൾ ഈ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇപ്പം അച്ഛൻ്റെ വംശത്തിൽപ്പെട്ട അച്ഛൻ്റെ അതേ ക്യാരക്ടർ ചിലപ്പോൾ മകക്കോ മകനോ കിട്ടിക്കൊള്ളണമെന്നില്ല. അച്ഛൻ്റെ റേസിൽപ്പെട്ട വേറെ, അച്ഛൻ്റെ റിലേഷനിൽപ്പെട്ട വേറെ ആരുടെയെങ്കിലും ജനറ്റിക് ആയിരിക്കും ഈ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, അതായത് റേസിനെ കുറിച്ചുള്ള ജനറ്റിക് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരേ അതായത് ഒരേ വംശത്തിൽ തന്നെ വ്യക്തികൾ എങ്ങനെയായിരിക്കാം, വ്യത്യസ്തത പുലർത്താം. സെയിം റേസിൽ തന്നെ വ്യക്തികൾ ചിലപ്പോൾ എന്തുണ്ടായിരിക്കാം, വേരിയേഷൻ ഉണ്ടായിരിക്കാം. ആൻഡ് ദെൻ അതുകൊണ്ട് നമുക്ക് കുറച്ച് പോയിന്റുകൾ ടീച്ചർ എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഇംപ്ലൈസ് that there are no special genetic markers to differentiate people in the name of race. വംശം തിരിച്ചറിയാൻ പ്രത്യേകമായ എന്തില്ല, മാർക്ക് പറഞ്ഞാൽ എന്താ, അടയാളങ്ങളില്ല. ഒരു വംശം നമുക്കിത് ഏത് വംശമാണ് എന്ന് തിരിച്ചറിയാൻ ഒരു പ്രത്യേകമായിട്ടുള്ള എന്ത് നിലനിൽക്കുന്നില്ല, മാർക്ക്, അടയാളങ്ങൾ നിലനിൽക്കുന്നില്ല. ഈ പാരഗ്രാഫിൽ എന്താ ടീച്ചർ പറഞ്ഞത്, അതായത് റേസിനെ കുറിച്ചുള്ള ബയോളജിക്കൽ സ്റ്റഡി സൂചിപ്പിക്കുന്നത് എന്താണ്, റേസിനെ കുറിച്ചുള്ള ബയോളജിക്കൽ സ്റ്റഡി സൂചിപ്പിക്കുന്നത് എല്ലാ വംശത്തിലുള്ളവരും എങ്ങനെ ആയിരിക്കണം, ഒരുപോലെ ആയിരിക്കില്ല, വ്യത്യസ്തത പുലർത്താം. ഇനി വ്യത്യസ്തത പുലർത്താനുള്ള കാരണങ്ങൾ എന്താ പറയുന്നത്, it implies that there are no special genetic markers to differentiate people in the name of race. അതായത് റേസിനെ തിരിച്ചറിയാൻ എന്തില്ല, പ്രത്യേകമായിട്ടുള്ള ജനറ്റിക് മാർക്കുകൾ, ജനതിക അടയാളങ്ങളില്ല. ആൻഡ് ദെൻ സെക്കൻഡ് പോയിന്റ്, two people from the same race have even sometimes more differences in comparison to the people of different races. അതേപോലെ തന്നെ ഒരേ വംശത്തിൽപ്പെട്ട രണ്ടു പേർ തമ്മിൽ ചിലപ്പോൾ വ്യത്യസ്ത വംശങ്ങളിലെ ആളുകളെക്കാൾ കൂടുതൽ എങ്ങനെയായിരിക്കാം, ഡിഫറൻ്റ് ആയിരിക്കാം. സെയിം വംശത്തിൽപ്പെട്ട, സെയിം റേസിൽപ്പെട്ട രണ്ടു പേർ തമ്മിൽ തന്നെ ചിലപ്പോൾ എന്തുണ്ടായിരിക്കാം, വ്യത്യസ്ത വംശങ്ങളിലെ ആളുകളെക്കാൾ കൂടുതൽ വ്യത്യസ്തത ഉണ്ടായിരിക്കാം. ചില ആളുകൾ സെയിം റേസ് ആയിരിക്കും, സെയിം റേസിൽ പെട്ടവരെന്നെ വ്യത്യസ്ത റേസിൽപ്പെട്ടവരെക്കാൾ എന്തുണ്ടായിരിക്കാം, വ്യത്യസ്തത ഉണ്ടായിരിക്കാം. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് there are no special genetic markers ടു ഡിഫറൻറ്റ് പീപ്പിൾ ഇൻ ദ നെയിം ഓഫ് റേസ് എന്ന് ടീച്ചർ പറഞ്ഞു. അതായത് വംശം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള അടയാളങ്ങളില്ല. സെക്കൻഡ് എന്താ പറയുന്നത്, two people from the same race have even sometimes more differences in comparison to the people of different races. ഒരേ വംശത്തിൽപ്പെട്ട ആളുകൾ തന്നെ വ്യത്യസ്ത വംശത്തിൽപ്പെട്ടവരെക്കാൾ എന്തായിരിക്കാം, വ്യത്യസ്തത പുലർത്തുന്നവരായിരിക്കാം. സെയിം റേസിൽ പെട്ടവർ തന്നെ വ്യത്യസ്ത റേസിൽപ്പെട്ടവരെക്കാട്ടിലും എന്തുണ്ടായിരിക്കും, വ്യത്യസ്തത പുലർത്തിയേക്കാം. ആൻഡ് ദെൻ the diversity of people many a times are influenced by the geographical location their classification. അതേപോലെ തന്നെ മനുഷ്യരുടെ വൈവിധ്യം പലപ്പോഴും ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങളിൽ നിന്നാണ്
സ്വാധീനിക്കപ്പെടുന്നത്. ദ ഡൈവേഴ്സിറ്റി ഓഫ് പീപ്പിൾ മെനി എ ടൈംസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ദെയർ ക്ലാസിഫിക്കേഷൻ. അതായത് മനുഷ്യരുടെ വൈവിധ്യം, ഡൈവേഴ്സിറ്റി പറഞ്ഞാൽ എന്താണ്? വൈവിധ്യം. പീപ്പിൾസിൻ്റെ വൈവിധ്യം പലപ്പോഴും ജോഗ്രഫിക്കൽ ലൊക്കേഷനിൽ നിന്നാണ് എന്ത് ചെയ്യപ്പെടുന്നത്? സ്വാധീനിക്കപ്പെടുന്നത്. ഇപ്പോൾ ചില ആളുകളുടെ വ്യത്യസ്തത എവിടെ നിന്നാണ് സ്വാധീനിക്കുക? ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ലൊക്കേഷനിൽ നിന്നാണ് സ്വാധീനിക്കപ്പെടുന്നത്. അപ്പോൾ എപ്പോഴും റേസ് എന്ന് പറയുന്നത് ഒരു സാമൂഹിക നിർമ്മിതിയാണ്, അതൊരിക്കലും ബയോളജിക്കൽ അല്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. റേസ് എപ്പോഴും ഒരു ബയോളജിക്കൽ ജനറ്റിക് അല്ല, അതെപ്പോഴും ഒരു സാമൂഹിക നിർമ്മിതിയാണ്. അതേപോലെ തന്നെ ജോഗ്രഫിക്കൽ ലൊക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നത്. അടുത്തതാണ് റേസിസം. എന്താണ് റേസിസം എന്ന് പറഞ്ഞാൽ? വംശീയത. റേസിസം എന്ന് പറഞ്ഞാൽ വംശീയത. എന്താണ് വംശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ശ്രദ്ധിക്കൂ. A historian and other scholars admit the fact that human originated Africa and migrated to different geographical locations in various phases of history. ചരിത്രകാരന്മാരും പണ്ഡിതരും എന്താണ് അവിടെ സമ്മതിക്കുന്നത്? ഹിസ്റ്റോറിയൻ അതർ സ്കോളേഴ്സ്, ഹിസ്റ്റോറിയൻസും സ്കോളേഴ്സും ഇവിടെ എന്ത് സമ്മതിക്കുന്നു? മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്ന് വ്യത്യസ്ത കാലങ്ങളിൽ ലോകത്തിലെ പല ഭാഗങ്ങളിലേക്കും കുടിയേറുകയായിരുന്നു. Historian and other scholars admit the fact that human originated Africa and migrated to different geographical locations in various phases of history. അതായത് ഹിസ്റ്റോറിയൻസും സ്കോളേഴ്സും എന്താണ് ഇവിടെ സമ്മതിക്കുന്നത്, അഡ്മിറ്റ് ചെയ്യുന്നത്? മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്നും വ്യത്യസ്ത കാലങ്ങളിൽ ലോകത്തിൻ്റെ ആഫ്രിക്കയിൽ നിന്നാണ് മനുഷ്യൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടത്. ഇതാരാ പറയുന്നത്? ഹിസ്റ്റോറിയൻസും സ്കോളേഴ്സും. ഹിസ്റ്റോറിയൻസും സ്കോളേഴ്സും പറയുകയാണ് മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്നുമാണ് വേൾഡിൻ്റെ പല ഭാഗങ്ങളിലേക്കും എന്ത് ചെയ്യപ്പെട്ടത്? മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടത് എന്നാണ് ആര് പറയുന്നത്? ഒരുപാട് സ്കോളേഴ്സും പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും വിശദീകരിക്കുന്നത്. People adopt the geographical differences and adopted the favorable traits suitable in this particular environment. അതേപോലെ തന്നെ ജനങ്ങൾ ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങൾ അനുസരിച്ച് രൂപം കൊണ്ടു. ഇത്രയും സാമ്യതയും പരസ്പരം ഇടപെടലുകളും നടക്കുന്നതിനാൽ ബയോളജിക്കൽ റേഷ്യൽ എന്ന ആശയം അതിന് നഷ്ടപ്പെട്ടു പോയി. ദ ബയോളജിക്കൽ കാറ്റഗറി ഹാസ് ഓൾറെഡി ബീൻ ലോസ്റ്റ്. അപ്പോൾ മനുഷ്യൻ എവിടെ നിന്നാണ് എല്ലാ ലോകത്തേക്കും കുടിയേറിയത്? ആഫ്രിക്കയിൽ നിന്നാണ് എന്നാണ് ആര് ചിന്തിക്കുന്നത്? ഹിസ്റ്റോറിയൻസും സ്കോളേഴ്സും പറയുന്നത്. അങ്ങനെ people adopted the geographical differences and adopted the favorable traits suitable in this particular environment. അതായത് ജനങ്ങൾ ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങൾ അനുസരിച്ച് രൂപം കൊള്ളുകയും അങ്ങനെ ഇത്രയും സാമ്യതയും പരസ്പരം ഇടപെടലുകളും നടക്കുന്നതിനാൽ എന്തവരിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്? ബയോളജിക്കൽ കാറ്റഗറി. അതായത് ബയോളജിക്കലായിട്ടുള്ള ആ റേഷ്യല് അവരിൽ നിന്നും എന്ത് ചെയ്യപ്പെട്ടു? ലോസ്റ്റായി. അപ്പോൾ മനുഷ്യൻ ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിൽ നിന്നാണ് പല ലോകങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടത്. അങ്ങനെ അവരുടെ ഈ ഒരു ഇടപെടൽ എന്തിനും ഈ ഇന്റർമിക്സിംഗ് ആണ് ഈ ഒരു ഇടപെടൽ എന്തിന് കാരണമായി തീർന്നു എന്നാണ് പറയുന്നത്? ബയോളജിക്കൽ കാറ്റഗറി നഷ്ടപ്പെടുന്ന ജൈവികമായിട്ടുള്ള ആ ഒരു കാറ്റഗറി നഷ്ടപ്പെടാൻ കാരണമായി, ജനറ്റിക് ആയിട്ടുള്ള രീതി നഷ്ടപ്പെടാൻ കാരണമായി. കാരണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായിട്ടാണ് മനുഷ്യൻ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ ബയോളജിക്കൽ കാറ്റഗറി എന്ത് ചെയ്യപ്പെട്ടു? ലോസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് അവിടെ പറയുന്നത്. അതേപോലെ തന്നെ എന്താണ്? ഡ്യൂറിങ് 18th and 19th century, the colonial powers in different places of the world used racism to establish supremacy. 18-19 നൂറ്റാണ്ടുകളിൽ
കോളനി പരമ്പര രാജ്യങ്ങൾ അവരുടെ സൂപ്പർമസി അവരുടെ ആധിപത്യം ഉറപ്പിക്കാൻ എന്തുപയോഗിച്ചു? റേസിസം ഉപയോഗിച്ചു. അപ്പോൾ 18-19 നൂറ്റാണ്ടുകളിലെ during 18th and 19th century, colonial powers in different places of world used racism to establish supremacy. 18-19 നൂറ്റാണ്ടുകളിൽ കൊളോണിയൽ പവേഴ്സ് അവരുടെ ആധിപത്യം സൂപ്പർമസി ഉറപ്പുവരുത്താൻ വേണ്ടി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉപയോഗിച്ചു എന്നാ പറയുന്നത്? റേസിസം, അതായത് വംശീയത ഉപയോഗിച്ചു. അപ്പോൾ ഈ വംശീയത എന്ന ഈ ഒരു ഇത് ഫോളോ ചെയ്തത് ആരാണ്? 18-19 നൂറ്റാണ്ടുകളിലെ കൊളോണിയൽ പവേഴ്സ് അവരുടെ ശക്തി ആധിപത്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അവരെന്തുപയോഗിച്ചത്? വേൾഡ് യൂസ്ഡ് റേസിസം, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വംശീയത ഉപയോഗിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഇനി അതേപോലെ തന്നെ നമ്മൾക്ക് ഈ റേസിസത്തിൽ കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ. അപ്പോൾ റേസിസം, വാട്ട് ഈസ് മീൻ ബൈ റേസിസം? എന്താണ് വംശീയത അഥവാ റേസിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ ഡിസ്കഷൻ നടത്തിയതാണ് റേസിസത്തെക്കുറിച്ച്, വംശീയതയെക്കുറിച്ച്. അതായത് ചരിത്രകാരന്മാരും ഹിസ്റ്റോറിയൻസും അതേപോലെ തന്നെ സ്കോളേഴ്സും അഭിപ്രായപ്പെടുന്നത് ആഫ്രിക്കയിൽ നിന്നും ഒരുപാട് ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകൾ ആഫ്രിക്കയിലെ ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകൾ പല ഭാഗത്തേക്കും മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് എന്തിൻ്റെ തുടക്കത്തിന് കാരണമായത്? ഈ വംശീയതയ്ക്ക് കാരണമായത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അങ്ങനെ അവർ മാത്രല്ല പല ഭാഗങ്ങളിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ അത് നഷ്ടപ്പെടാനും കാരണമായി തീർന്നു? വംശം. അതായത് ഇത് കാറ്റഗറി ഓഫ് ആൾറെഡി ബീൻ ലോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് ജൈവശാസ്ത്രപരമായിട്ടുള്ള ബയോളജിക്കലായിട്ടുള്ള റേഷ്യൽ നഷ്ടപ്പെടുന്നതിന് അത് കാരണമായി എന്നൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞു കഴിഞ്ഞത്. റേസിസത്തിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ അതാണ് ഡിസ്കഷൻ നടത്തിയത്. ഇനി അതിൻ്റെ സെക്കൻഡ് പാരഗ്രാഫാണ് നമ്മൾ ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. അതായത് 18-19 നൂറ്റാണ്ടുകളിൽ ഡ്യൂറിങ് ദ 18th and 19th century, the colonial powers in different places of the world used racism to establish their supremacy. They even took the help of religion and science to establish their racial supremacy and differences. 18-19 നൂറ്റാണ്ടുകളിൽ കോളനി പരമ്പര രാജ്യങ്ങൾ, അതായത് ബ്രിട്ടീഷ് കൊളോണിയൽ രാജ്യങ്ങൾ അവരുടെ മേൽക്കോയ്മ, അവരുടെ സൂപ്പർമസി ഉറപ്പിക്കുന്നതിന് വേണ്ടി എന്തുപയോഗിച്ചു? റേസിസം ഉപയോഗിച്ചു. ഇപ്പോൾ 18th and 19th സെഞ്ച്വറിയിലെ കൊളോണിയൽ പവേഴ്സ്, കൊളോണിയൽ ശക്തി അല്ലെങ്കിൽ കോളനി പരമ്പര രാജ്യങ്ങൾ അവരുടെ സൂപ്പർമസി ഉറപ്പുവരുത്തുന്നതിനും സൂപ്പർമസി ഇവിടെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് എന്തുപയോഗിച്ചത്? വംശീയത അഥവാ റേസിസം ഉപയോഗിച്ചത്. അപ്പോൾ ഡ്യൂറിങ് ദ 18th and 19th century, colonial powers in different places of the world used racism to establish their supremacy. They even took the help of religion and science to establish their racial supremacy and differences. അപ്പോൾ കൊളോണിയൽ പവേഴ്സ് അവരുടെ സൂപ്പർമസി എന്ന പരമാധികാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് 18-19 നൂറ്റാണ്ടുകളിൽ എന്തുപയോഗപ്പെടുത്തിയത്? റേസിസം അഥവാ വംശീയത ഉപയോഗിക്കാൻ തുടങ്ങിയത്. Darwin theory of survival of the fittest was used by the colonial powers to justify their genocide and racism. This theory means that the strong would survive and the weak would die. അതായത് പിന്നീട് അവിടെ എന്താണ് പറയുന്നത്? ഡാർവിൻ്റെ ഒരു തിയറിയാണ് അത് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്.
Darwin theory of survival of the fittest was used by the colonial powers to justify their genocide and racism. അതായത് ഡാർവിൻ്റെ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്ന ആശയം അവർ ജനവിവേകനാശം, ജീനോസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജനിതക വിഭേദക നാശം, അതേപോലെ തന്നെ റേസിസവും എന്തിനുപയോഗിച്ചു, ന്യായീകരിക്കാൻ ഉപയോഗിച്ചു. ഡാർവിൻ്റെ തിയറി ആയിട്ടുള്ള സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്, ആ തിയറിയിലൂടെ എന്താണ് അവിടെ ചെയ്തത്, കൊളോണിയൽ പവേഴ്സ് ജിനോസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, വിവേകനാശവും എന്ന് പറയും. അപ്പോൾ ജീനോസൈഡ് ജനിതക വിവേകനാശം, ജനിതക മാറ്റം എന്ന് പറയും. അപ്പോൾ ആ ജനിതക മാറ്റത്തെയും വംശീയതയെയും ന്യായീകരിക്കാൻ വേണ്ടി ഡാർവിൻ്റെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന തിയറി ഉപയോഗിച്ചു. Darwin theory of survival of the fittest was used by the colonial powers to justify their genocide and racism. ഡാർവിൻ്റെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന തിയറിയിലൂടെ കൊളോണിയൽ പവേഴ്സ് ജീനോസൈഡും റേസിസവും വിശദീകരിച്ചു. ജീനോസൈഡ് പറഞ്ഞാൽ ജനിതക മാറ്റത്തെയും വംശീയതയെയും ജസ്റ്റിഫൈ ചെയ്യാൻ, വിശദീകരിക്കാൻ ഈ തിയറി ഉപയോഗിച്ചു. This theory means that the strong would survive and the weak would dead. അതേപോലെ തന്നെ തങ്ങൾ കൂടുതൽ ശക്തരും ദിസ് തിയറി മീൻസ് ദാറ്റ്, ഈ തിയറിയിലൂടെ, ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന തിയറിയിലൂടെ എന്താ അർത്ഥമാക്കുന്നത്, ദിസ് തിയറി മീൻസ് ദാറ്റ് ദ സ്ട്രോങ് വുഡ് സർവൈവ് ആൻഡ് ദ വീക്ക് വുഡ് ഡെഡ്. അതായത് തങ്ങൾ കൂടുതൽ ശക്തരും ബുദ്ധിമാന്മാരാണെന്ന് അവകാശപ്പെടുകയും അതുവഴി അവർ എന്തിനെ ശരിവെച്ചു, റേസിസത്തെ അവർ എന്ത് ചെയ്തു എന്നാ പറയുന്നത്, റേസിസത്തെ അതുവഴി വംശീയ മേൽക്കോയ്മ ശരിവെക്കുകയും ചെയ്തു. തങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി തങ്ങൾ കൂടുതൽ ശക്തരും ബുദ്ധിമാന്മാരുമാണെന്ന് അവകാശപ്പെടുകയും അതുവഴി ഈ ഒരു റേസിസത്തെ അവർ ശരിവെക്കുകയും ചെയ്തു. ഇപ്പോൾ ഡാർവിൻ്റെ തിയറി ആയിട്ടുള്ള സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റിലൂടെ അവർ എന്താണ് അവിടെ വിവരിക്കുന്നത്, ജസ്റ്റിഫൈ ചെയ്യുന്നത്, ജീനോസൈഡിനെയും റേസിസത്തെയും ജസ്റ്റിഫൈ ചെയ്യുകയും അതേപോലെ തന്നെ തങ്ങൾ കൂടുതൽ കൊളോണിയൽ പവേഴ്സ് കൂടുതൽ എങ്ങനെയുള്ളവരാണ്, സ്ട്രോങ്, തങ്ങൾ കൂടുതൽ ശക്തരും ബുദ്ധിമാന്മാരാണെന്ന് അവകാശപ്പെടുകയും അതുവഴി വംശീയ മേൽക്കോയ്മ ശരിവെക്കുകയും ചെയ്തു. ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് അതിൽ മെയിനായിട്ട് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ടെസ്റ്റിൽ നമുക്ക് നോക്കാം. They considered themselves stronger than others and hence legitimized their supremacy of power and race. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് നമുക്കറിയാം അതുവഴി വംശീയമായിട്ടുള്ള മേൽക്കോയ്മയെ അവർ ശരിവെക്കുകയാണ് ചെയ്തത്. The colonized also legitimized slavery as well as loads of other myths to create subordination of the black and other colonialist people. അതേപോലെ തന്നെ അടിമത്തത്തെയും മറ്റു മിത്തുകളെയും ഉപയോഗിച്ച് കറുത്ത വർഗക്കാരെയും മറ്റു കോളനി പരമ്പര ജനങ്ങളെയും അവർ എന്താക്കി, അവരുടെ ഈ കൊളോണിയലിസ്റ്റ് അവരുടെ അധീനതയിലാക്കുകയാണ് ചെയ്തത്. ഇപ്പൊ വംശീയവാദത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, വംശീയതയിൽ എന്താണ് സംഭവിച്ചത്, അതായത് അവര് ഡാർവിൻ്റെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന ആശയത്തിലൂടെ ജീനോസൈഡിനെയും റേസിസത്തെയും ന്യായീകരിക്കാൻ ശ്രമിക്കുകയും തങ്ങൾ കൂടുതൽ ശക്തരും ബുദ്ധിമാന്മാരാണെന്ന് അവകാശപ്പെടുകയും അതുവഴി എന്ത് ശരിവെച്ചു, വംശീയമായിട്ടുള്ള സൂപ്പർമസി, വംശീയമായിട്ടുള്ള മേൽക്കോയ്മ ശരിവെക്കുകയും ചെയ്തു. അങ്ങനെ അവർ അടിമത്തത്തെ മറ്റു മിത്തുകളും ഉപയോഗിച്ച് കറുത്ത വർഗക്കാരെ മറ്റു കോളനി പരമ്പര ജനങ്ങളെയും അവരുടെ അധീനരാക്കുകയായി. അതായത് കൊളോണിയൽ റൂളേഴ്സിൻ്റെ അധീനതയിൽ വരുത്തിയാലേനൊക്കെ ഈ കറുത്ത വർഗക്കാരെയും അതേപോലെ തന്നെ കോളനി പരമ്പര ജനങ്ങളെയും.
കൊളോണിയൽ പീപ്പിൾസിനെയും അതേപോലെ തന്നെ ബ്ലാക്ക് പീപ്പിൾസിനെയും മിത്തുകളുടെ അടിസ്ഥാനത്തിൽ ചില അടിമത്തത്തിൻ്റെയും മറ്റു മിത്തുകളെയും ഉപയോഗിച്ച് അവരെന്ത് ചെയ്തു എന്നാ പറയുന്നത്, അവരുടെ അധീനതയിൽ വരുത്താനാണ് ശ്രമിച്ചത്. അതേപോലെ തന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഇത് കൊളോണിയൽസ് ആൾസോ ലെജിറ്റിമൈസ്ഡ് ആൾവറി ആസ് വെൽ ആസ് ലോട്ട്സ് ഓഫ് അതർ മിത്ത് ടു ക്രിയേറ്റ് സബോർഡിനേഷൻ ഓഫ് ദ ബ്ലാക്ക് ആൻഡ് അതർ കോളനൈസ്ഡ് പീപ്പിൾ എന്ന് പറയുന്നത്. അവർ അടിമത്തത്തെയും മറ്റ് മിത്തുകളെയും ഉപയോഗിച്ച് കറുത്തവർഗക്കാരെയും മറ്റ് കോളനി പരമ്പര ജനങ്ങളെയും അവരുടെ അധീനതയിലാക്കി. റേസ് ഈസ് എ പ്രോസസ് ഓഫ് ക്രിയേഷൻ ഓഫ് ഓതറിംഗ്, the process by which you separate yourself from other people in terms of superiority and inferiority. റേസ് എന്ന് പറഞ്ഞാൽ വംശം എന്നത് ഓതറിംഗ് എന്ന പ്രക്രിയയിലൂടെ, റേസ് ഈസ് എ പ്രോസസ് ഓഫ് ക്രിയേഷൻ ഓഫ് ഓതറിംഗ്. അപ്പോൾ ഈ വംശം എന്നത് ഓതറിംഗ് എന്ന പ്രക്രിയയിലൂടെ സമൂഹത്തിൽ ചിലരെ ഉയർത്തുകയും മറ്റുള്ളവരെ താഴ്ത്തുകയും ചെയ്യുന്ന രീതിയാണ്. അപ്പൊ റേസ് എന്ന് പറയുന്നത് എന്താണ്? റേസ് ഈസ് എ പ്രോസസ് ഓഫ് ക്രിയേഷൻ ഓഫ് ഓതറിംഗ്, ദ പ്രോസസ് ബൈ വിച്ച് യു സെപ്പറേറ്റ് യുവർസെൽഫ് ഫ്രം അതർ പീപ്പിൾ ഇൻ ടേംസ് ഓഫ് സുപ്പീരിയോറിറ്റി ആൻഡ് ഇൻഫീരിയോറിറ്റി. ഇപ്പൊ റേസ് എന്നത്, വംശം എന്നത് എന്താണ് ഓതർ ചെയ്യുന്നത്? റേസ് എന്നത് ഓതറിംഗ് എന്ന പ്രക്രിയയിലൂടെ സമൂഹത്തിൽ ചിലരെ ഉയർത്തുകയും ചിലരെ താഴ്ത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. This is also process through which some people are marginalized, dominated and controlled. അതേപോലെ തന്നെ ചിലരെ എന്ത് ചെയ്യപ്പെടുന്നു? പ്രധാനപ്പെട്ടവരാക്കുകയും മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നു? പുറന്തള്ളുകയും ചെയ്യുന്നു. അപ്പോൾ ഫ്രേസ് എന്ന് പറയുന്നത് ചിലരെ ഉയർത്തിക്കാണിക്കുകയും ചിലരെ താഴ്ത്തിക്കാട്ടുകയും ചിലരെ പ്രധാനപ്പെട്ടവരാക്കുകയും ചിലരെ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ പുറന്തള്ളപ്പെട്ടവരുമാക്കുന്ന ഒന്നാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റേസ്. അപ്പോൾ റേസ് എന്നതുകൊണ്ട് എന്താ ഓതറിങ് ചെയ്യുന്നത്? റേസ് എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തെ, സൊസൈറ്റിയിലെ ചില ആളുകളേനെ എന്ത് ചെയ്യുന്നു? അപ്ലിഫ്റ്റ്മെന്റ് ചെയ്യുന്നു, ഉയർത്തിക്കാണിക്കുന്നു. ചിലരേനെ എന്ത് ചെയ്യുന്നു? അവരേനെ ചില ആളുകളെ ഉയർത്തിക്കാട്ടുകയും അതേപോലെ തന്നെ ചില ആളുകളെ എന്ത് ചെയ്യുന്നു? താഴ്ത്തിക്കാട്ടുകയും ചെയ്യുന്ന ഒന്നാണ്. മാത്രല്ല this is also a process through which some people are marginalized, dominated and controlled. ചില ആളുകളെ അവർ എന്ത് ചെയ്യുന്നു? പ്രധാനപ്പെട്ടവരാക്കുന്നു, ഡോമിനേറ്റഡ് ആക്കുന്നു, കൺട്രോൾഡ് ആക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സാണ് എന്ത്? റേസ്. ഇത്തരത്തിലുള്ള ചില ആളുകളെ ഉയർത്തിക്കാണിക്കുക, ചിലവരെ താഴ്ത്തിക്കാണിക്കുക, ചിലവരേനെ പ്രധാനപ്പെട്ടവരാക്കുക, ചിലരേനെ കൺട്രോൾ ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സിനെയാണ് റേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ആൾസോ ക്രിയേറ്റ് വേരിയസ് കൈൻഡ് ഓഫ് സ്റ്റീരിയോടൈപ്പ് ഇൻ അവർ സൊസൈറ്റി. അതുകൊണ്ട് എന്താണ് ഇവിടെ പറയുന്നത്? സ്റ്റീരിയോടൈപ്പുകളും സാമൂഹിക വേർതിരിവുകളും ഉണ്ടാകുന്നു. അതുകൊണ്ട് ഈ ഇങ്ങനെ ഓരോരുത്തരെ ചിലരേനെ ഉയർത്തിക്കാട്ടും ചിലരേനെ കാണിക്കും. അതുകൊണ്ട് സൊസൈറ്റിയിൽ എന്തുണ്ടാകുന്നു? സ്റ്റീരിയോ ടൈപ്പുകളും വേർതിരിവുകളും. സ്റ്റീരിയോ ടൈപ്പ് ഇൻ സൊസൈറ്റി. ഇറ്റ് ആൾസോ ക്രിയേറ്റ് വേരിയസ് കൈൻഡ് ഓഫ് സ്റ്റീരിയോ ടൈപ്പ് ഇൻ അവർ സൊസൈറ്റി. ഇത് സമൂഹത്തിൽ സ്റ്റീരിയോ ടൈപ്പുകളും വേർതിരിവുകളും ഉണ്ടാകാൻ കാരണമാകുന്നു. The racial categorization was made to accept the fact that whites are superior to others, also gave legitimacy to it. അതേപോലെ തന്നെ പിന്നെന്താ? റേഷ്യൽ കാറ്റഗറൈസേഷൻ വാസ് മെയ്ഡ് ടു ആക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് വൈറ്റ് ആർ സുപ്പീരിയർ. അതായത് ഇവിടെ വൈറ്റ്, വെളുത്ത വർഗക്കാരെ എന്തായിട്ടാ കാണിക്കുന്നത്? സുപ്പീരിയർ ആയിട്ടും പൂർണ്ണ അധികാരമുള്ളവരുമായിട്ടാണ് കണക്കാക്കുന്നത്. ലെജിറ്റമസി, പൂർണ്ണമായിട്ടുള്ള അധികാരവും സുപ്പീരിയോറിറ്റിക്കും ആർക്കാണ് ഉണ്ടായിരിക്കുക? വൈറ്റ്. ദ വൈറ്റ് ആർ സുപ്പീരിയർ ഓർ അതേഴ്സ് ആൾസോ ഗേവ് ദ ലെജിറ്റമസി. അതായത് വൈറ്റേഴ്സ് സുപ്പീരിയർ ആയിരിക്കും, എന്നാൽ മറ്റുള്ളവർ എങ്ങനെയായിരിക്കും?
താഴെ ഈ അതേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ്? ഈ താഴെക്കിടയിലുള്ളവർ, അതായത് ബ്ലാക്ക് പീപ്പിൾസോ അല്ലെങ്കിൽ മറ്റ് ലോവർ ക്ലാസ്സുകളായിട്ടുള്ള പീപ്പിൾസോ ആയിരിക്കും. അവർക്ക് എന്ത് നിയന്ത്രണങ്ങൾ കൂടുതലായിരിക്കും, ലെജിറ്റമസി കൂടുതലായിരിക്കും. വൈറ്റ് എപ്പോഴും വെളുത്ത വർഗ്ഗക്കാർക്ക് സുപ്പീരിയറിറ്റി ഉണ്ടായിരിക്കും. എന്നാൽ മറ്റ് അതേഴ്സ് എങ്ങനെയായിരിക്കും എന്നാ പറയുന്നത്? കൺട്രോൾഡ് ആയിരിക്കും. Thus, the idea of race was not scientific rather than a process of racialization of group. അതേപോലെ തന്നെ ഇത് എന്താ ഇവിടെ പറയുന്നത്? The idea of race was not scientific rather than process of racialization of group. അതേപോലെ തന്നെ ഈ റേസ് എന്ന ആശയം ഒരിക്കലും ഒരു ശാസ്ത്രീയമല്ല. അതെന്താണ്? അതൊരു മനുഷ്യർക്ക് മേൽ ചുമത്തുന്ന ഒരു കാറ്റഗറിയാണ്, ഒരു റേഷ്യലൈസേഷൻ ഓഫ് ഗ്രൂപ്പാണ്. അപ്പോൾ റേസ് എന്ന ആശയം ഒരിക്കലും ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ആശയമല്ല. ദസ് ദ ഐഡിയ ഓഫ് റേസ് വാസ് നോട്ട് സയന്റിഫിക്. വംശം എന്ന് പറയുന്നത്, വംശീയത എന്ന് പറയുന്നത് ഒരിക്കലും സയന്റിഫിക് അല്ല. അതെങ്ങനെയാണ്? അത് റേഷ്യലൈസേഷൻ ഓഫ് ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ അതിന് എക്സാമ്പിൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് ഇൻ ബ്രസീൽ ആൻഡ് അതർ കൺട്രി ദ ക്ലാസ് പൊസിഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ കളർ. ഈവൻ ദ ഇന്റർ റേഷ്യൽ മാരേജ് ആർ ടേക്കിംഗ് പ്ലേസ് വിത്തിൻ ദ വൈറ്റ് ഡോമിനേറ്റഡ് കൺട്രി. ബ്രസീലിൽ നിറത്തിന് സാമൂഹിക സ്ഥാനം കൂടുതലായിട്ടാണ് ഉണ്ടായിരുന്നത്. ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിൽ ഫോർ എക്സാമ്പിൾ ബ്രസീൽ ആൻഡ് അതർ കൺട്രി ദ ക്ലാസ് പൊസിഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ കളർ. കളറിന്റെ അടിസ്ഥാനത്തിൽ ബ്രസീലിൽ വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. മാത്രമല്ല ഇന്റർ റേഷ്യൽ വിവാഹങ്ങൾ അവിടെ എങ്ങനെയായിരുന്നു? സാധാരണമായിട്ട് കണ്ടിരുന്നു. ഈവൻ ദ ഇന്റർ റേഷ്യൽ മാരേജ് ആർ ടേക്കിംഗ് പ്ലേസ് വിത്ത് വൈറ്റ് ഡോമിനേറ്റഡ് കൺട്രി. അപ്പോൾ ഒരു വൈറ്റ് ഡോമിനേറ്റഡ് കൺട്രിയാണ്. വെളുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ബ്രസീലിൽ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാധാന്യം കൊടുത്തിരുന്നു. അതുകൊണ്ട് അവിടുത്തെ മാരേജ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ഇന്റർ റേഷ്യൽ മാരേജ് ആയിരുന്നു. അതേപോലെ തന്നെ ഇന്റർ റേഷ്യൽ വിവാഹമാണ് അവിടെ നടക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഹവർ ദ പോയിന്റ് ബീയിങ് ഫാംഡ് ഈസ് ദാറ്റ് റേസ് ഈസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ്. അതായത് വംശം ഒരു സാമൂഹിക നിർമ്മിതിയാണ്. മാറ്റം വരുന്നത് സാംസ്കാരിക ധാരണകളിലാണ്. മാറ്റം വരുന്നത് സാംസ്കാരികമായിട്ടുള്ള ധാരണകളിലാണ്. റേസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് റേസിസത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ളത്. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് എന്തനിക് ഗ്രൂപ്പ് ആൻഡ് എന്തനിസിറ്റി. അതെന്താ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് എന്തനിക് ഗ്രൂപ്പ് ആൻഡ് എന്തനിസിറ്റി. എന്താണ് എന്തനിക് ഗ്രൂപ്പ് ആൻഡ് എന്തനിസിറ്റി എന്ന് നമുക്ക് നോക്കാം. അതായത് ജാതി വർഗ വിഭാഗവും ജനവിഭാഗപരതയും. അപ്പൊ ജാതി വർഗ വിഭാഗവും ജനവിഭാഗപരതയും എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. എന്തനിക് ഗ്രൂപ്പ് പറഞ്ഞാൽ എന്തനിക് ഗ്രൂപ്പ് ആൻഡ് എന്തനിസിറ്റി, ജാതി അതേപോലെ തന്നെ വർഗ വിഭാഗത്തെയാണ് എന്തനിക് ഗ്രൂപ്പ് ആൻഡ് എന്തനിസിറ്റി എന്ന് പറയുന്നത്. അപ്പം എന്താണ് അതിലൂടെ വ്യക്തമാക്കുന്നത് നമുക്ക് നോക്കാം. Ethnicity in simple language is the sense of belongingness of an individual or group to an ethnic group. അതായത് ലളിതമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയോ കൂട്ടായ്മയോ ഒരു പ്രത്യേക വംശജനവിഭാഗവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന അനുഭവമാണ് എത്നിക് ഐഡന്റിറ്റി. Ethnicity in simple language is the sense of belongingness of an individual means വ്യക്തി or group to an ethnic group, an individual or group, how they relate himself, herself, themselves to a particular ethnic group due to various cultural traits is said to be ethnicity. അതായത് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു സിമ്പിൾ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയോ കൂട്ടായ്മയോ ഒരു പ്രത്യേക വംശജനവിഭാഗവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന അനുഭവമാണ് എത്നിക് ഐഡന്റിറ്റി.
അപ്പോൾ എൻഡിനിക് ഐഡന്റിറ്റി എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു സിമ്പിൾ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ എൻഡിനിഫിറ്റി ഇൻ സിമ്പിൾ ലാംഗ്വേജ് if the sense of belongingness of an individual or group to an endemic group, an individual or group, how they relate himself, herself, themselves to a particular endemic group due to various cultural traits is said to be endemicity. ഒരു സിമ്പിൾ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയോ കൂട്ടായ്മയോ ഒരു പ്രത്യേക വംശജനവിഭാഗവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന അനുഭവമാണ് എൻഡിനിഫിറ്റി. അത് മാത്രമല്ല ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഒരു ഇവിടെ പറയുന്നുണ്ട് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഹൗ ദേ റിലേറ്റ് ഹിംസെൽഫ് ഹിയർസെൽഫ് themselves to a particular ethnic group due to various cultural traits is said to be endemicity. ഒരു വ്യക്തി അല്ലെങ്കിൽ എന്താണ് ഒരു വ്യക്തി അല്ലെങ്കിൽ കൂട്ടം താനോ അതേപോലെ തന്നെ മറ്റുള്ളവരോ ഒരു പ്രത്യേക ജനവിഭാഗവുമായി ബന്ധിക്കുന്നത് വിവിധ സാംസ്കാരിക ഗുണങ്ങൾ മൂലമാണെന്ന് കരുതപ്പെടുന്നു. അതുകൊണ്ട് എൻഡിനിഫിറ്റി എന്ന് പറയുന്നത് എന്തല്ല, ബയോളജിക്കലി അല്ല, എപ്പോഴും അതൊരു സാംസ്കാരികമാണ്. അതുകൊണ്ട് എൻഡിനിഫിറ്റി ഈസ് മോർ എ കൾച്ചറൽ ദാൻ ബയോളജിക്കൽ. എൻഡിനിഫിറ്റി ഒരിക്കലും ബയോളജിക്കൽ അല്ല, അതെങ്ങനെയാണ്? കൾച്ചറലാണ്, സാംസ്കാരികമാണ്. അപ്പോൾ എൻഡിനിഫിറ്റി എന്ന് പറഞ്ഞാൽ ലളിതമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയോ കൂട്ടായ്മയോ ഒരു പ്രത്യേക വംശജന വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന അനുഭവത്തെയാണ് എന്ത് പറയുന്നത്? എൻഡിനിഫിറ്റി. ഒരു ലളിതമായ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽസോ അതേപോലെ തന്നെ ഗ്രൂപ്പ്സോ ഒരു പ്രത്യേക വംശജന വിഭാഗവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ആ അനുഭവത്തെ വംശജന വിഭാഗവുമായിട്ട് വ്യക്തികളോ ഗ്രൂപ്പോ ബന്ധപ്പെട്ടു നിൽക്കുന്നതിനെയാണ് എൻഡിനിഫിറ്റി എന്ന് പറയുക. അതേപോലെ തന്നെ ഒരു വ്യക്തി അല്ലെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കാം ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്, ഒരു വ്യക്തിയോ അതേപോലെ തന്നെ പിന്നെ ആരാണ് ഒരു കൂട്ടമോ മറ്റുള്ളവരോ നമ്മളോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ പ്രത്യേക ജനവിഭാഗവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നതാണ് എൻഡിനിഫിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വിവിധ സാംസ്കാരിക ഗുണങ്ങൾ മൂലമാണ് ഇങ്ങനെ നിലനിൽക്കുന്നത്. കൾച്ചറൽ സാംസ്കാരികപരമായിട്ടാണ് ഇവർ ഇങ്ങനെ നിലനിൽക്കുന്നത്, അല്ലാതെ ഒരിക്കലും ബയോളജിക്കലി ആയിട്ടല്ല എന്നാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കൂ, എൻഡിനിഫിറ്റി ഈസ് മോർ എ കൾച്ചറൽ ദാൻ ബയോളജിക്കൽ. എൻഡിനിഫിറ്റി എപ്പോഴും സാംസ്കാരികപരമായിട്ടാണ് ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടു നിൽക്കുന്നത്, അല്ലാതെ ഒരിക്കലും ബയോളജിക്കലി അല്ല. അപ്പം എൻഡിനിഫിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഒരു കൂട്ടായ്മയാണെങ്കിലും വംശങ്ങളോടും ജനവിഭാഗങ്ങളോടും പരസ്പരം റിലേറ്റഡ് ആയി നിൽക്കുന്നതിനെയാണ് എൻഡിനിഫിറ്റി എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ്? ഒരു വ്യക്തിയോടായിരിക്കാം, അതേപോലെ തന്നെ നമ്മളോടോ മറ്റുള്ളവരോടോ ഒക്കെ പരസ്പരം എന്ത് ചെയ്യുന്നു? ഹിയർസെൽഫ് ദംസെൽഫ്, പരസ്പരം ബന്ധം പുലർത്തുന്നു. അതൊരിക്കലും ബയോളജിക്കലി അല്ല, അതെപ്പോഴും എങ്ങനെയാണ്? സാംസ്കാരികപരമായിട്ടാണ്. അപ്പോൾ വ്യക്തികൾ സാംസ്കാരികപരമായിട്ട് ആളുകളുമായി ബന്ധം പുലർത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? എൻഡിനിഫിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിലെന്നെ വരുന്ന മറ്റൊരു ഭാഗമാണ് however there are debate on the ideas of ethnic group and endinifity as some of scholars believe that endinifity is natural and some scholars believe that it is a social construction. Hence let us elaborate the idea of endinifity and ethnic group. അതേപോലെ തന്നെ എൻഡിനിക് ഗ്രൂപ്പ്, എൻഡിനിഫിറ്റി എന്നിവ സംബന്ധിച്ച് ചില പണ്ഡിതന്മാർ ഇത് സ്വാഭാവികമാണെന്നും ഇത് ഒരു സാമൂഹ്യ നിർമ്മിതിയാണെന്നും വാദിക്കുന്നു. എൻഡിനിഫിറ്റിയെ കുറിച്ചും അതേപോലെ തന്നെ പിന്നെന്താണ് ഓൺ ദ ഐഡിയ ഓഫ് എൻഡിനിക് ഗ്രൂപ്പ് ആൻഡ് എൻഡിനിഫിറ്റി, അതായത് എൻഡിനിക് ഗ്രൂപ്പിനെ കുറിച്ചും എൻഡിനിഫിറ്റിയെ കുറിച്ചും ചില പണ്ഡിതന്മാർ ഇതെന്താണെന്നാ പറയുന്നത്? ഇത് സ്വാഭാവികമാണെന്നും അതേപോലെ തന്നെ ഇത് ഒരു സാമൂഹ്യ നിർമ്മിതിയാണെന്നും വാദിക്കുന്നു. അതിനാൽ എൻഡിനിഫിറ്റിയും എൻഡിനിക് ഗ്രൂപ്പും പിന്നെ കൂടുതൽ വിശദീകരിക്കുന്ന രീതിയിൽ കൂടുതൽ നമുക്കതിന് വിശദീകരണം നൽകാം എന്നാണ് പറയുന്നത്. അപ്പം
ജാതി വർഗ വിഭാഗം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതൊരു എന്താണ് എന്നാണ് സ്കോളേഴ്സ് പറയുന്നത്. അതായത് എൻഡിനിഫിറ്റി ആഫ് സം സ്കോളേഴ്സ് ബിലീവ് ദാറ്റ് എൻഡിനിഫിറ്റി ഈസ് നാച്ചുറൽ. സം സ്കോളേഴ്സ് ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ഷൻ. അതായത് പല സ്കോളേഴ്സും അതേപോലെ തന്നെ പല പണ്ഡിതന്മാരും പറയുകയാണ് ഇതൊരു സാംസ്കാരികപരമാണ്. എൻഡിനിക് ഗ്രൂപ്പ് ആയാലും എൻഡിനിഫിറ്റി ആയാലും ഇത് സ്വാഭാവികമാണ്, നാച്ചുറൽ ആണ്. അതേപോലെ തന്നെ ഇതൊരു സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണ് എന്നാണ് വാദിക്കുന്നത്. എൻഡിനിഫിറ്റി ആയാലും എൻഡിനിക് ഗ്രൂപ്പ് ആയാലും ഇതൊരു നാച്ചുറലും ആണ്. അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്, ഇതൊരു സോഷ്യൽ കൺസ്ട്രക്ഷനുമാണ് എന്നാണ് ആര് വാദിക്കുന്നത്? ചില സ്കോളേഴ്സ് പണ്ഡിതന്മാർ വാദിക്കുന്നത്. ഇനി നമുക്ക് എൻഡിനിക് ഗ്രൂപ്പ് ഡെഫിനിഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താ എന്ന് നമുക്ക് നോക്കാം. എൻഡിനിക് ഗ്രൂപ്പ് ഡെഫിനിഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അതിലെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ട്. എന്താണ്? ആരെഴുതിയതാണ്? ഹഡ്ജിൻസൺ ആൻഡ് സ്മിത്ത്. 6 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫീച്ചേഴ്സ് ഓഫ് ആൻ എൻഡിനിക് ഗ്രൂപ്പ്. ഹഡ്ജിൻസണും സ്മിത്തും എൻഡിനിക് ഗ്രൂപ്പിനെ 6 പ്രധാന പ്രത്യേകതകൾ പറയുന്നു. ഹഡ്ജിൻസണും സ്മിത്തും എൻഡിനിക് ഗ്രൂപ്പിനെ കുറിച്ച് 6 പ്രത്യേകതകളാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആരൊക്കെ ചേർന്നാണ്? അപ്പൊ എൻഡിനിക് ഗ്രൂപ്പിന്റെ ക്യാരക്ടറിനെ കുറിച്ച് ആരാണ് പറയുന്നത്? ഹഡ്ജിൻസണും സ്മിത്തും എൻഡിനിക് ഗ്രൂപ്പിന്റെ പ്രത്യേകതയെ കുറിച്ച് 6 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, എ കോമൺ പ്രോപ്പർ നെയിം ടു ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്രസ് ദ എസൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. സമൂഹത്തിന്റെ സ്വഭാവം തിരിച്ചറിയുന്ന ഒരു പ്രത്യേക പേര്. എ കോമൺ പ്രോപ്പർ നെയിം ടു ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്രസ് ദ എസൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. അപ്പോൾ ഹഡ്ജിൻസണും സ്മിത്തും 6 രീതിയിലാണ് എൻഡിനിഫിറ്റിയെ ക്യാരക്ടർ വ്യക്തമാക്കുന്നത്. അപ്പോൾ എൻഡിനിക് ഗ്രൂപ്പ് ചോദിച്ചാലും എൻഡിനിഫിറ്റി ചോദിച്ചാലും നിങ്ങൾ ഈ 6 പോയിന്റ് എഴുതിയാലും മതി. എന്തായാലും പറയുന്നത് ഹഡ്ജിൻസണും സ്മിത്തും എൻഡിനിക് ഗ്രൂപ്പിനെ 6 സവിശേഷതകളാണ് പറയുന്നത്. അതിലൊന്ന് എന്താണ്? സമൂഹത്തിന്റെ സ്വഭാവം തിരിച്ചറിയുന്ന ഒരു പ്രത്യേക പേര്. എ കോമൺ പ്രോപ്പർ നെയിം ടു ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്രസ് ദ എസൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയുടെ സ്വഭാവം തിരിച്ചറിയുന്ന ഒരു പ്രത്യേകപരമായിട്ടുള്ള ഒരു പേര്. ആൻഡ് സെക്കൻഡ് പോയിന്റ്, എ മിത്ത് ഓഫ് കോമൺ ആൻസെസ്ട്രി ദാറ്റ് ഇൻക്ലൂഡ് ദ ഐഡിയ ഓഫ് കോമൺ ഒറിജിൻ ഇൻ ടൈം and place and that gives an endemic sense of fictive kinship. അതായത് ഇവിടെ എന്താ പറയുന്നത്? എ മിത്ത് ഓഫ് കോമൺ ആൻസെസ്ട്രി, അതായത് സാമൂഹ്യ വംശ പരമ്പര എന്ന വിശ്വാസം ഒരേ സമയത്തും സ്ഥലത്തും ഉത്ഭവിച്ചതെന്ന ആശയം. എ മിത്ത് ഓഫ് കോമൺ ആൻസെസ്ട്രി that include the idea of common origin in time and place and that gives an endemic sense of fictive kinship. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് സാമൂഹ്യ വംശ പരമ്പര എന്ന വിശ്വാസം. എ മിത്ത് ഓഫ് കോമൺ ആൻസെസ്ട്രി. മിത്ത് ഓഫ് കോമൺ ആൻസെസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് സാമൂഹ്യ വംശ പരമ്പര എന്ന വിശ്വാസം ഒരേ സമയത്തും ഒരേ സ്ഥലത്തും ഉത്ഭവിച്ചതെന്ന ആശയം ഉൾപ്പെടുന്ന ഒരു പൂർവികമായിട്ടുള്ള മിത്താണ്. അപ്പോൾ സാമൂഹ്യ വംശ പരമ്പര എന്ന വിശ്വാസം ഒരേ സമയത്തും സ്ഥലത്തും ഉത്ഭവിച്ച ഇൻ ടൈം ആൻഡ് പ്ലേസ് ആൻഡ് ദാറ്റ് ഗീവ് ആൻ എത്നിക് സെൻസ് ഓഫ് ഫിക്റ്റീവ് കിൻഷിപ്പ്. അപ്പോൾ സാമൂഹ്യ വംശ പരമ്പര എന്ന വിശ്വാസം ഒരേ സമയത്തും ഒരേ സ്ഥലത്തും ഉത്ഭവിച്ചതെന്ന ആശയം ഉൾപ്പെടുന്ന ഒരു പൂർവികമായിട്ടുള്ള ഒരു മിത്താണ്. ആൻഡ് തേർഡ് പോയിന്റ് എന്താ പറയണത്? ഷെയർഡ് എ ഹിസ്റ്റോറിക്കൽ മെമ്മറീസ് or better shared memories of a common past or past including heroes, events and their commemoration. അതായത് എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത്? കോമറേഷൻ എന്ന് പറയുന്നത് ഷെയർഡ് എ ഹിസ്റ്റോറിക്കൽ മെമ്മറീസ് ഓർ ബെറ്റർ ഷെയർഡ് മെമ്മറീസ് ഓഫ് എ കോമൺ പാസ്റ്റ് ഓർ പാസ്റ്റ് ഇൻക്ലൂഡിങ് ഹീറോസ്, ഇവൻറ്റ്സ് ആൻഡ് ദിയർ കോമറേഷൻ. അതായത്
ചരിത്രപരമായിട്ടുള്ള ഓർമ്മകൾ, അതേപോലെ തന്നെ സമൂഹത്തിൻ്റെ പൂർവ്വകാല സംഭവങ്ങളും വീരന്മാരും ആഘോഷങ്ങളൊക്കെ ഏതിൽ പെടുന്നു? ഈ ഒരു എത്നിക് ഗ്രൂപ്പിൻ്റെ ക്യാരക്ടറാണ്. ഷെയർഡ് എ ഹിസ്റ്റോറിക്കൽ മെമ്മറി ഓർ ബെറ്റർ ഷെയർഡ് മെമ്മറീസ് ഓഫ് എ കോമൺ പാസ്റ്റ് ഓർ പാസ്റ്റ് ഇൻക്ലൂഡിങ് ഹീറോസ് ഇവൻസ് ആൻഡ് ദിയർ കോമറേഷൻ. അതായത് ചരിത്രപരമായിട്ടുള്ള ഓർമ്മകളും സമൂഹത്തിൻ്റെ പൂർവ്വകാല സംഭവങ്ങളും വീരന്മാരെക്കുറിച്ചും ആഘോഷങ്ങളെക്കുറിച്ചൊക്കെ പ്രസ്താവിക്കുന്നുണ്ട്. ഏതിലൂടെ? എത്നിക് ഗ്രൂപ്പിൻ. അങ്ങനെയൊക്കെ പ്രസ്താവിക്കാൻ ഏത് കഴിയുന്നുണ്ട്? എത്നിക് ഗ്രൂപ്പ് സഹായിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ മൂന്നാമത്തെ ക്യാരക്ടർ. നാലാമത്തെ ക്യാരക്ടറാണ് വൺ ഓർ മോർ എലമെന്റ്സ് ഓഫ് കോമൺ കൾച്ചർ. അതായത് എന്താണ് പറയുന്നത്? പൊതുവായിട്ടുള്ള സംസ്കാരത്തിനാണ് പ്രാധാന്യം. വൺ ഓർ മോർ എലമെന്റ്സ് ഓഫ് കോമൺ കൾച്ചർ. ഒന്നോ അതിൽ കൂടുതലോ ആയിട്ടുള്ള പൊതുവായ സംസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ഫിഫ്ത്ത് പോയിന്റ്, എ ലിങ്ക് വിത്ത് ഹോം ലാൻഡ്. അതേപോലെ തന്നെ എന്താ പറയുന്നത്? ജന്മഭൂമിയുമായിട്ടുള്ള ബന്ധം. എ ലിങ്ക് വിത്ത് ഹോം ലാൻഡ്. ഹോം ലാൻഡ് എന്താ? ജന്മഭൂമി. അപ്പൊ ജന്മഭൂമിയായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്നു. ആൻഡ് ഫിഫ്ത്ത് പോയിന്റ്, സെൻസ് ഓഫ് സോളിഡാരിറ്റി. അതേപോലെ തന്നെ ഐക്യബോധം നിലനിൽക്കുന്നു. ഇത് ഷോർട്ടായി എഴുതിയിട്ടതാട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാൻ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ എത്നിക് ഗ്രൂപ്പിനെ കുറിച്ച് ഹഡ്ജിൻസണും സ്മിത്തും പറയുന്നത്? ഒന്ന് കോമൺ. അപ്പൊ ഇങ്ങനെ ഓർത്ത് വെച്ചാലും മതി. അതായത് കോമൺ പ്രോപ്പർ നെയിം ആയിരിക്കും. പിന്നെ കോമൺ ആൻസെട്രി ആയിരിക്കും. എ മിത്ത് ഓഫ് കോമൺ ആൻസെട്രി ആയിരിക്കും. ഷെയർഡ് എ ഹിസ്റ്റോറിക്കൽ മെമ്മറി ആയിരിക്കും. വൺ ഓർ മോർ എലമെന്റ്സ് ഓഫ് കോമൺ കൾച്ചർ ആയിരിക്കും. എ ലിങ്ക് വിത്ത് ഹോംലാൻഡ് ആയിരിക്കും. മാതൃരാജ്യത്തിനോട് ബന്ധം ഉണ്ടായിരിക്കും. സെൻസ് ഓഫ് സോളിഡാരിറ്റി. ഇത്രയും കാര്യങ്ങളാണ് എത്നിക് ഗ്രൂപ്പിനെ കുറിച്ച് ഹഡ്ജിൻസണും സ്മിത്തും വ്യക്തമാക്കുന്ന ക്യാരക്ടർ. അപ്പോൾ ഇത്രയായി 6 പോയിന്റാണ് അതിൻ്റെ ക്യാരക്ടർ. അപ്പോൾ നിങ്ങളോട് എത്നിക് ഗ്രൂപ്പ് ആൻഡ് എത്നിസിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റുകൾ എഴുതിയിട്ടാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ. ഇത് വെച്ചിട്ട് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ഇത് മനസ്സിലാക്കണം. അതായത് ഇതെന്താ നമുക്കറിയാം? എത്നിക് ഗ്രൂപ്പ് ആൻഡ് എത്നിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു സിമ്പിൾ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ വ്യക്തികളും ഗ്രൂപ്പുകളും തമ്മിലുള്ള ആ റിലേഷനെയാണ് എന്ത് പറയുന്നത്? എത്നിക് ഗ്രൂപ്പ് ആൻഡ് എത്നിസിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. നമുക്കിനി അടുത്തത് തിയറീസ് ഓഫ് എത്നിസിറ്റി എന്താ എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ.